ജീവിതത്തിൽ വിജയിക്കുവാൻ അനിവാര്യമായ 3 ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? ജീവിതത്തിൽ വിജയിക്കുവാൻ ആവശ്യമായ 3 കാര്യങ്ങൾ. അതായത് അതിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ കഴിവ്. കഴിവുള്ള ആൾ രക്ഷപ്പെടുമെന്നാണ് കേട്ടോ. കഴിവുള്ള ആളെയും ജീവിതത്തിൽ രക്ഷപ്പെടുമെന്നാണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വതസിദ്ധമായിട്ട് ഏതു മേഖലയിലാണോ കഴിവുള്ളത് ആ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, ചിലർക്ക് അക്കാഡമിക് തലത്തിലായിരിക്കും ബ്രില്യൻ്റാണ്, ചില അക്കാഡമിക് തലത്തിൽ ബ്രില്യൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ളവർ അക്കാഡമിക് തലത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കഴിഞ്ഞാൽ അവർക്ക് അക്കാഡമിക് ലെവലിൽ ഒരുപാട് ഉയരങ്ങളിലെത്താൻ കഴിയും. ചിലർക്കാണെങ്കിൽ കലാരംഗത്തായിരിക്കും അവരുടെ കഴിവ്. അങ്ങനെയുള്ളവർ കലാരംഗത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും. ചിലർക്കാണെങ്കിൽ സാഹിത്യ മേഖലയിലായിരിക്കും കൂടുതൽ കഴിവുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യും? ആ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ അവർക്ക് സാഹിത്യത്തിൽ ഒരുപാട് വളരുവാനായിട്ട് കഴിയും. ചിലർക്കാണെങ്കിൽ ചിത്രരചനയിലായിരിക്കും കഴിവ്. അപ്പം അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക? ആ ചിത്രരചനയിൽ എന്ത് ചെയ്യുക? ആ കഴിവ് പുലർത്തിക്കഴിഞ്ഞാൽ അവർക്ക് ചിത്രരചനാ രംഗത്ത് അവർക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലെത്താനായിട്ട് കഴിയും. അങ്ങനെ ഓരോരുത്തർക്കും ഏതു മേഖലയിലാണോ കഴിവുള്ളത് ആ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ഉയരങ്ങളിലെത്താനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കഴിവ് എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും കഴിവുണ്ട്. എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള കഴിവുകൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും കേട്ടോ. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. എല്ലാവരും എന്തെങ്കിലും തരത്തിലുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ കഴിവുകൾ ഉപയോഗിച്ച് നന്മയിലൂടെ അവർ വളരുവാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും? അവർക്ക് ജീവിതത്തിൽ വളരുവാൻ കഴിയും. ഇനി ജീവിത വിജയത്തിന് വേണ്ട രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനമാണ്. അധ്വാനിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. നമുക്ക് ഏത് മേഖലയിലാണോ നമുക്ക് കഴിവുള്ളത് ആ മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യാം? അധ്വാനിക്കാനുള്ളൊരു കഴിവ് അധ്വാനിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. അധ്വാനിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെ പറയാം? നമുക്ക് കഴിവുണ്ടായിരിക്കണം, അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കണം? അധ്വാനിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാക്കണം, അധ്വാനിക്കുകയും വേണം കേട്ടോ. നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയുകയില്ല. കഠിനാധ്വാനത്തിലൂടെ നമുക്ക് ജീവിതത്തിൽ പലതും നേടാൻ കഴിയും. നമ്മുടെ അധ്വാനം കൊണ്ട് നന്മയിലൂടെ എന്ത് ചെയ്യുക? നേട്ടങ്ങൾ കരസ്ഥമാക്കുക. അധ്വാനം കൊണ്ട് എന്ത് ചെയ്യുക? നമ്മുടെ അധ്വാനം ഒരിക്കലും തെറ്റായ മാർഗങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. നല്ല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക. എന്ത് ചെയ്യുക? നേട്ടങ്ങൾ കരസ്ഥമാക്കുക. അതുപോലെ ഞാൻ നിങ്ങളുടെ കഠിനാധ്വാനം എന്ന് പറഞ്ഞു. അമിതമായി ജോലി ചെയ്ത് രോഗത്തിനടിമയാകാൻ ഞാൻ നിങ്ങളോട് പറയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഒരാൾ പറഞ്ഞു കഠിനാധ്വാനം ചെയ്യാൻ, എന്നാൽ നാളെ പോയി ഒരു ചാക്കരി എടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ എന്ത് ചെയ്യും? അപ്പം എന്ത് ചെയ്യും? നമ്മൾ വീണ് പോകും. എന്നോട് പറയാം, ഒരു ചാക്കരി എടുത്ത് എൻ്റെ തലയിലോട് വെച്ചാൽ എന്ത് ചെയ്യും? ഞാൻ വീണ് പോകപ്പഴേ. അങ്ങനെയല്ല, നമുക്ക് കഴിയുന്ന ജോലികൾ എന്ത് ചെയ്യുക? നമുക്ക് കഴിയുന്ന ജോലികൾ എന്ത് ചെയ്യുക? ആത്മാർത്ഥതയോടെ ചെയ്യുക. ആത്മാർത്ഥതയോടെയും വിശ്വാസ്യതയോടെയും അത് വളരെ വൃത്തിയായിട്ട് ചെയ്യുക. അധ്വാനിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ പകുതി രക്ഷപ്പെട്ടതാണ്. ഇനി മൂന്നാമത് വേണ്ടത് ആത്മവിശ്വാസമാണ്. നമുക്ക് നല്ല കഴിവുണ്ട്, നമുക്ക് പക്ഷേ നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾക്ക് ആത്മവിശ്വാസമില്ല, അല്ലെങ്കിൽ നമുക്കൊരു ശുഭാപ്തി വിശ്വാസമില്ല എങ്കിൽ എന്ത് ചെയ്യും? ജീവിതത്തിൽ എങ്ങും എത്താൻ കഴിയാതെ പോകും. പലയിടത്തും നമ്മൾ പിന്നോട്ടടിച്ചു പോകും. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും വേണ്ടതെന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒരു പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കണം, നന്മ പ്രവർത്തിക്കണം. ഇതൊക്കെ പറഞ്ഞത് നമ്മുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നന്മയായിരിക്കണം കേട്ടോ. നമ്മുടെ ആത്മവിശ്വാസമോ അല്ലെങ്കിൽ നമ്മുടെ അധ്വാനമോ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളോ ഒന്നും തെറ്റായ കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. നമ്മുടെ പ്രവർത്തനങ്ങൾ സമൂഹ നന്മയ്ക്ക് ഉതകുന്ന തരത്തിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോകാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് കേട്ടോ. നമ്മൾ എപ്പോഴൊരിക്കലും തെറ്റായ നമ്മുടെ കഴിവോ അല്ലെങ്കിൽ കഠിനാധ്വാനമോ ആത്മവിശ്വാസമോ ഒന്നും തെറ്റായ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. നല്ല കാര്യങ്ങൾക്കായിട്ട് പ്രയോജനപ്പെടുത്തുക കേട്ടോ. നമുക്കിതൊക്കെ ഈ 3 കാര്യങ്ങൾ നമുക്ക് ആവശ്യത്തിനുണ്ടായിരുന്നു. അമിതമാവരുത് കേട്ടോ. അമിതമായാൽ അതൊക്കെ ദോഷം ചെയ്യും. അമിതമായി കഴിഞ്ഞാൽ അതൊക്കെ ദോഷം ചെയ്യും. ആത്മവിശ്വാസം അമിതമായാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ദോഷം ചെയ്തേക്കാം. അതൊരു ഡ്രോബാക്ക് ഉണ്ട്. പിന്നീട് ഒരു ദിവസത്തിൽ ഞാൻ പറഞ്ഞുതരാം.
ഇപ്പോൾ നമുക്ക് കഴിവായാലും ആത്മവിശ്വാസമായാലും അതുപോലെ തന്നെ അധ്വാനമായും ആവശ്യത്തിന് നമുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. പക്ഷേ ഇത് 3 കാര്യങ്ങളും ആവശ്യത്തിന് ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ, ജീവിതത്തിൽ ഒരു നല്ല ഹൈറ്റ്സിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ കേട്ടോ. അത് നമുക്ക് എപ്പോഴും ജീവിതത്തിലൊരു ബോധ്യം വേണം. ഈ 3 ഗുണങ്ങൾ നമുക്ക് എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു പക്ഷേ നമുക്ക് ഇപ്പോൾ ആത്മവിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ ഇന്നു മുതൽ ആത്മവിശ്വാസമുള്ളവരായിട്ട് മാറണം. അതുപോലെ നല്ല നല്ല അധ്വാനിച്ച് ജീവിതത്തെ എന്ത് ചെയ്യാം, ഉയർത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് കഴിവുള്ള മേഖലയിൽ നമ്മൾ അധ്വാനിക്കണം. ഓരോ മേഖലയിലാണല്ലോ കഴിവ്. അപ്പോൾ ആ മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യുക, അധ്വാനിച്ച് കഴിവ് പുലർത്തി മുന്നോട്ട് പോവുക കേട്ടോ. വീട്ടിൽ നിങ്ങളെ ഉറപ്പെടുത്തുകയാണ് നമ്മുടെ കഴിവോ അധ്വാനമോ അല്ലെങ്കിൽ ആത്മവിശ്വാസമോ ഒന്നും തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുക, നല്ല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ജീവിതത്തിൽ വളരുവാനായിട്ട് ശ്രമിക്കുക. ജീവിതത്തിൽ ഒരുപാട് ഹൈറ്റ്സിലേക്ക് വളരുവാൻ നമ്മൾ ശ്രമിക്കുക. എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയം നിങ്ങൾക്കുണ്ടാകും. അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയം നമുക്കുണ്ടാകും, ഉറപ്പാണ്. പക്ഷെ അത് ചിലപ്പോൾ കാലതാമസം എടുത്തേക്കാം, ഇല്ലെന്നല്ല. പക്ഷെ എന്ത് ചെയ്യും, ഉറപ്പായിട്ടും ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും.